പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്, 2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്, 200 ഗ്രാമിന്റെ ബട്ടർ റൂം ടെമ്പറേച്ചർ ആക്കിയത് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 5 മുട്ട, 1/2 കപ്പ് ഓറഞ്ചിന്റെ ജ്യൂസ്, 1 ടീസ്പൂണ് സിന്നമൺ പൗഡർ, 1 ടീസ്പൂൺ വനില എസൻസ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് കാഷ്നട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് ഡേറ്റ്സ് സീഡൊക്കെ മാറ്റി ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് റൈസിൻ ചെറുതായിട്ട് അരിഞ്ഞത്, ടൂട്ടി ഫ്രൂട്ടി. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ഓറഞ്ചിന്റെ തോല് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പഞ്ചസാര 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര കരിച്ചെടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് ഉരുക്കിയെടുക്കാൻ, കരിഞ്ഞു പോകരുത്. നല്ല ഡാർക്ക് ബ്രൗൺ നിറത്തിലേക്ക് വരുമ്പോഴേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടയില്ലാതെ ഇത് ഇളക്കിയെടുക്കാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത ഷുഗർ സിറപ്പ് ഒരു അരിക്കുന്ന പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂണ് സിന്നമൺ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചു കൊടുക്കാം. മാവ് ഇവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയുടെ വെള്ളയും ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ വെള്ള ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റൊരു ബൗൾ എടുത്ത് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഓരോന്ന് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ മുട്ടയുടെ മഞ്ഞ എല്ലാം ഇതുപോലെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഓറഞ്ചിന്റെ തോല് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. വനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിന്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സ്പാച്ചിലും കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മാവ് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം, കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം, ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം, റൈസിൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. സ്പാച്ചില കൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് ഈ മിക്സ് ചെയ്ത കേക്കിന്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനി 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ പ്രീഹീറ്റ് ചെയ്ത ഓവനാണ്. ഇതിനി ഓവൻ ക്ലോസ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഈ കേക്കിനി പുറത്തേക്ക് എടുക്കാം. കേക്കിനി നല്ല തണുത്ത ശേഷം കേക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ആവശ്യാനുസരണം കട്ട് ചെയ്ത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. കേക്ക് ഇവിടെ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ.